ഇത്രമേലെന്നെ സ്നേഹിച്ചു, ഇതത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നെന്നിൽ നീ. ഇത്രമേലെന്നെ സ്നേഹിച്ചു, ഇതത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ഈ ഭാഗത്തിൽ 1-ാം അധ്യായം 19 വചനങ്ങളിൽ യഥാർത്ഥ ദൈവഭക്തി എന്താണ് എന്ന് വെളിവാക്കുന്ന ഭാഗമാണ്. അവിടെ പറയാണ്: പ്രിയ സഹോദരന്മാരെ, നിങ്ങളിത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ. ഏതാളായാലും കേൾക്കാൻ വേഗതയുള്ള ആളാകണം. പറവാൻ എന്ന് പറഞ്ഞാൽ മറുപടി പറയാൻ താമസം, ഇച്ചിരി ആലോചിച്ചിട്ട് പറയുന്ന ആളാണ്. കോപത്തിനും താമസമുള്ളവനായിരിക്കണം, പെട്ടെന്ന് കോപിക്കരുത്. എന്നിട്ട് പറയാം, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ട് അകലാൻ എങ്ങനെ കഴിയും? നമ്മുടെ ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ ശക്തിയുള്ള എന്ത് ചെയ്യണം? വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സൗമ്യതയോടെ കൈക്കൊള്ളുന്ന വചനം? വചനം കേൾക്കുക മാത്രമല്ല, അതിനെ ചെയ്യുന്നവരായിരിക്കണം. അതാണ് അപ്പോസ്തലൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ആ വചനം അത് ചെയ്യുന്നവരായി, എന്താണോ നമ്മൾ പറയുന്നത് ചെയ്യുന്നവരായി ഇരിപ്പി. റോമർക്ക് എഴുതിയ ലേഖനം 2:13 പറയാണ്: ന്യായപ്രമാണം കേൾക്കുവാനുള്ളതല്ല, കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം, പഴയ നിയമത്തിലെ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരല്ല നീതീകരിക്കപ്പെടുന്നവർ, പകരം അത് ആചരിക്കുന്നവരാണ്, അതനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യങ്ങൾ പറയും: ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. 2 അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പം വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല എന്ന് പറയുന്നത് പോലെ വചനം
കേട്ട് ചെയ്യുന്നവൻ എങ്ങനെയാണ്? പാറമേൽ വീട് പണിത മനുഷ്യനെ പോലെ. എന്ന് പറഞ്ഞാൽ ഒരു ജീവിത സാഹചര്യത്തിൽ അവൻ വീണു പോകത്തില്ല. ആ വചനത്തിൽ അവൻ വചനം കേട്ട് അനുസരിക്കുന്ന ആളായതുകൊണ്ട് അവൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ജയാളിയായിത്തീരും, യാതൊരു സംശയമില്ല. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ, യേശു പറയാണ്, മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. എന്താണത്? വചനം കേൾക്കാത്ത ആളുകൾ എങ്ങനെയാണ്? മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പം പാറമേൽ വീട് പണിതെന്ന് പറഞ്ഞാൽ വചനം കേൾക്കുന്നവരല്ല, അതനുസരിക്കുന്നതിന്. അപ്പം വീണു പോകത്തില്ല ഒരിക്കലും. അതാണ് രത്ന ചുരുക്കം. മണലിന്മേൽ വീട് പണിതവർ വചനം കേട്ട് അനുസരിക്കാത്തവരാണ്. അവരെന്ത് ചെയ്യാണ്? ആ വീട് വീണു പോവുകയാണ്. അതെ, വചനം കേൾക്കാൻ വേണ്ടി ഉള്ളത് മാത്രമല്ല, അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തങ്ങളെ തന്നെ ചതിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. എന്നിട്ട് പറയണം, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകും. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അത് നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുത്തൻ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ, ഇവിടെ പറയുന്ന അനാഥരെയും വിധവരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുകയും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ഇതാണ് യഥാർത്ഥ ഭക്തി. ഏതാണ്? വചനം കേൾക്കുന്നവരല്ല, അതിനെ ചെയ്യുന്നവർ. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതനുസരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ദൈവഭക്തിയിൽ ജീവിപ്പാൻ, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവരായി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇന്ന് യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതത്രയും വിചിത്രമേശു രക്ഷകാ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ.